വനനിയമങ്ങൾക്കെതിരെ വിമർശനവുമായി ഇ പി ജയരാജൻ. വനനിയമത്തിൽ മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ നിയമം കയ്യിലെടുക്കാൻ ജനങ്ങളോട് പറയുമെന്ന് ഇ പി ജയരാജൻ. കർഷക മുന്നേറ്റ ജാഥയ്ക്ക് കോഴിക്കോട് തൊട്ടിൽപ്പാലത്ത് നൽകിയ സ്വീകരണ യോഗത്തിലായിരുന്നു ഇ പിയുടെ പരാമർശം. കേരള കർഷക സംഘം ഈ നിയമത്തിൽ കാലോചിതമായ മാറ്റം വരുത്തും. ജീവൻ നഷ്ടപ്പെട്ടു പോയവർക്ക് അവരുടെ കുടുംബത്തെ രക്ഷിക്കാൻ നടപടി സ്വീകരിക്കും. ഈ ആവശ്യങ്ങൾ ഉന്നയിക്കും. ഈ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ കേരള കർഷക സംഘം നിയമം കയ്യിലെടുക്കാൻ ജനങ്ങളോട് പറയും. 1972 കോൺഗ്രസിന്റെ ഈ നിയമം നിങ്ങൾ അംഗീകരിക്കേണ്ട. ഇത് ജനങ്ങൾക്ക് വേണ്ടി കോൺഗ്രസ് പാസാക്കിയ നിയമമല്ല. അതുകൊണ്ട് ജനങ്ങളെ, കൃഷിക്കാര്, നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് വന്യങ്ങളെ വേട്ടയാടാം. അതിനുവേണ്ട ആയുധം വേണം. നല്ല അമ്പും വില്ലും, നല്ല കവണകള്, അതിന് വെടിവെക്കാൻ നാടൻ തോക്കുകൾ, ഇതെല്ലാം ഉണ്ടാക്കി വന്യമൃഗങ്ങളെ വേട്ടയാടൂ. നിയമം കയ്യിലെടുക്കാൻ ആഗ്രഹിച്ചിട്ടല്ല. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ഗവൺമെന്റ് സ്വീകരിക്കേണ്ട മൗലികമായ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ തയ്യാറാകാതെ ജനങ്ങളെ വെല്ലുവിളിക്കുമ്പോൾ മറ്റെന്ത് വഴി? വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും രതീഷ് വാസുദേവൻ ചേരുന്നുണ്ട്. രതീഷ്, ഒരുപക്ഷെ കഴിഞ്ഞ ദിവസമാണ് നായാട്ടിന് അനുമതി വേണമെന്നുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവന കേരളം ചർച്ച ചെയ്തത്. അതിനു മുൻപ് തന്നെ ഈ വനനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. നമ്മൾ തന്നെ പലപ്പോഴും വാർത്തകൾ നൽകുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ വന്യജീവി ആക്രമണം ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് മനുഷ്യനെ എത്തിച്ചിരിക്കുന്നു. ഇനി നിയമം കയ്യിലെടുക്കുകയല്ലാതെ മറ്റു പോംവഴിയില്ല എന്ന CPM-ന്റെ മുതിർന്ന നേതാവും ഇപ്പോൾ ആഹ്വാനം ചെയ്യുകയാണ്, പ്രഖ്യാപിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും വളരെ ഗൗരവത്തോടെ തന്നെ കാണേണ്ട ഒരു ആഹ്വാനമായി തന്നെയാണ് ഇതിനെ എല്ലാവരും വിലയിരുത്തുന്നത്. കാരണം നമുക്കറിയാം, ഈ മലയോര മേഖലയിലെ വനാതിർത്തികളിലൊക്കെ കർഷകരുടെ ഇത്തരം വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള വലിയ ദുരന്തം അല്ലെങ്കിൽ വലിയ ദുരന്തം അവർ പേരുന്നുണ്ട്, ദുരിതം അവർ പേറുന്നുണ്ട്. അത് വലിയ രാഷ്ട്രീയ മുദ്രാവാക്യം തന്നെയാണ് എല്ലാ രാഷ്ട്രീയ സംഘടനകൾക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ദുരിത ജീവിതത്തിന് അറുതി വരുത്തുക, ഈ കാലോചിതമായ വനനിയമത്തിലുള്ള മാറ്റം ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പലതവണ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പലതരം സമരങ്ങൾ നടത്തുകയുണ്ടായി. എന്നാൽ ഈ സമയത്ത് കാസർഗോഡ് നിന്നുള്ള ഈ ജനമുന്നേറ്റ യാത്ര, ഈ കർഷക മുന്നേറ്റ യാത്ര തിരുവനന്തപുരത്ത് വനംവകുപ്പിൻ്റെ ആസ്ഥാന മന്ദിരം 30-31 തീയതികളിൽ വളയുകയാണ്. ആ സമരത്തിൻ്റെ പ്രചരണവുമായി ബന്ധപ്പെട്ടുള്ള യാത്രയ്ക്കാണ് ഇന്ന് കോഴിക്കോട് തൊട്ടിൽപ്പാലത്ത് സ്വീകരണം നൽകിയത്. ആ സ്വീകരണ യോഗത്തിലാണ് മുതിർന്ന CPM-ന്റെ മുതിർന്ന നേതാവ് കൂടിയായിട്ടുള്ള ഇ പി ജയരാജൻ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിട്ടുള്ളത്. കർഷക സംഘം തന്നെ ഇത്തരത്തിൽ ആഹ്വാനം ചെയ്യേണ്ട, അതായത് മൃഗങ്ങളെ അതായത് ആയുധം കയ്യിലെടുക്കുമെന്ന് ആഹ്വാനം ചെയ്യാൻ ജനങ്ങളോട് പറയേണ്ടി വരും. കാരണം അത്രമേൽ ഈ വനാതിർത്തികളിലെയും മലയോര മേഖലകളിലെയും ജനങ്ങൾ, കർഷകർ അത്രമേൽ പ്രയാസങ്ങളിലാണ്, പ്രശ്നങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ കാലോചിതമായ മാറ്റം ഇത്തരത്തിൽ ഈ വനനിയമങ്ങളിൽ വേണം. 72-ൽ കോൺഗ്രസ് ആണ് ഈ നിയമം കൊണ്ടുവന്നത് എന്ന രാഷ്ട്രീയമായ സൂചനയും ഇ പി നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസിൻ്റെ ഈ നിയമം ജനങ്ങൾക്ക് വേണ്ടി ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ നിയമം തള്ളിക്കളഞ്ഞുകൊണ്ട് കാലോചിതമായ മാറ്റം വരുത്തണമെന്ന രാഷ്ട്രീയ സന്ദേശം കൂടെ ഇ പി ഈ പ്രസംഗത്തിലൂടെ നൽകുന്നുണ്ട്. കോൺഗ്രസിനെതിരായിട്ടുള്ള ശക്തമായ രാഷ്ട്രീയ പ്രതിരോധം കൂടിയാണ് മലയോര മേഖലയിലെ കോൺഗ്രസിൻ്റെ കർഷക മുന്നേറ്റത്തെ തടയുക എന്ന ഉദ്ദേശം കൂടെ ഇ പിയുടെ പ്രസംഗത്തിലുണ്ട്. കാരണം 72-ൽ കോൺഗ്രസ് ആണ് ഇത്തരത്തിൽ ഒരു നിയമം കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഈ വനനിയമത്തിൽ ഭേദഗതി വരുമ്പോൾ സ്വാഭാവികമായിട്ടും 72-ലെ ഈ നിയമങ്ങൾ മാറ്റം വരും എന്നുകൂടി ഇ പി ജയരാജൻ സൂചിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും രതീഷ് സൂചിപ്പിച്ച പോലെ തന്നെ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കാണ് ഇ പിയുടെ ഈ ഒരു ആഹ്വാനം അല്ലെങ്കിൽ ഈ ഒരു പ്രഖ്യാപനം വഴിയൊരുക്കുക എന്നതിൽ തർക്കമില്ല. അതേസമയം വനനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഭരണകക്ഷിയിൽ നിന്നും ഉൾപ്പെടെ ആവശ്യം ശക്തമാവുകയാണ് എന്നതാണ് വാർത്തയുടെ സാരാംശം. വിവരങ്ങൾ നൽകിയത് രതീഷാണ്.